ഇന്ന് കല്യാണമേളം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് മാത്രമായി ഇന്ന് നടന്നത് 356 വിവാഹങ്ങളാണ്. ഇതേ രീതിയിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളായി നടക്കുന്ന കല്യാണങ്ങളുടെ എണ്ണം ഇതിന്റെ 10 മടങ്ങാകാൻ സാധ്യതയെന്നാണ് വിലയിരുത്തുന്നത്. ചിങ്ങമാസത്തിലെ ഓണത്തിന് മുൻപായുള്ള അവസാന ഞായറാഴ്ചയും ചോതി നക്ഷത്രവും ഒരുമിച്ച് വന്നതിനാലാണ് ഇത്രയേറെ വിവാഹങ്ങൾ കേരളത്തിൽ ഒന്നിച്ചു നടക്കുന്നതിന്റെ കാരണം. ഞായറാഴ്ച അവധിയും ഓണാഘോഷം കൂടി ആകുന്നതോടെ ഗുരുവായൂർ അക്ഷരാർത്ഥത്തിൽ കാലുകുത്താൻ പോലും ഇടമില്ലാത്ത അവസ്ഥയിലാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ റെക്കോർഡ് വിവാഹങ്ങൾ നടക്കുന്നതിനാൽ ദർശനവും വിവാഹ ചടങ്ങുകളും സുഗമമായി നടത്താൻ ദേവസ്വം ബോർഡ് പ്രത്യേകം ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. താലികെട്ട് നടക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ ചീട്ടെടുക്കാൻ സൗകര്യമുള്ളതിനാൽ വിവാഹങ്ങളുടെ എണ്ണം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. മുൻ മന്ത്രി VS സുനിൽകുമാറിന്റെ സഹോദരിയുടെ മകളുടെ വിവാഹമാണ് പുലർച്ചെ നടന്ന വിവാഹങ്ങളിൽ ഒന്ന്. പുലർച്ചെ 6 വരെ 80ഓളം വിവാഹങ്ങൾ നടന്നു. ഓരോ വിവാഹ സംഘത്തിനൊപ്പം 4 ഫോട്ടോ വീഡിയോഗ്രാഫർമാർ അടക്കം 24 പേർക്ക് മണ്ഡപത്തിനടുത്തേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൽ 150ഓളം പോലീസുകാരെയും 100ഓളം ക്ഷേത്രം ജീവനക്കാരെയും സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. ശയന പ്രദക്ഷിണം, അടിപ്രദക്ഷിണം എന്നിവ ഇന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിൽ 6 മണ്ഡപങ്ങളിലായാണ് വിവാഹങ്ങൾ നടക്കുന്നത്. ബുക്കിംഗ് തുടരുന്നുവെന്നും 400 വിവാഹങ്ങൾ വരെ നടത്താനുള്ള ക്രമീകരണം ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡ് അധികൃതർ വ്യക്തമാക്കി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.